Welcome to Mr. Unbox and Travel. This is Samsung Galaxy S23. ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു Samsung Galaxy S23യുടെ വീഡിയോയിലേക്ക് കടക്കാം. 4 കളേഴ്സിലാണ് S23 അവൈലബിൾ ആയിട്ടുള്ളത്. ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ലാവൻഡർ, ഗ്രീൻ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ S23 അൾട്രയിലും S23 പ്ലസിലും ഉപയോഗിച്ചിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു S23യിൽ നമുക്ക് കാണാൻ സാധിക്കുക. കോർണിംഗ് കോറുള്ള ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ് പിറകിൽ വരുന്നത്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. സെയിം കോർണിംഗ് കോറുള്ള ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ തന്നെയാണ് ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർമർ അലൂമിനിയമാണ് ബോഡി ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 7.6 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ് എന്ന് പറയുന്നത്. 168 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു S23. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ടൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് നമുക്ക് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ റിയർ ക്യാമറയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രീതിയിൽ കാണുന്ന ക്യാമറാസും കാണാൻ സാധിക്കും. അതിൽ തന്നെ ഒരു റിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീലും അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഫീലും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സാംസങ് ഗാലക്സി S23 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈവൻ ഐഫോണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പൊതുവെ ഞാൻ പ്രോ ആ ഒരു ലെവലിലുള്ള ഫോണുകളാണ് ഉപയോഗിക്കാറുള്ളത്. പ്രോ മാക്സ് യൂസ് ചെയ്യാറില്ല, കാരണം അത് ഇത്തിരി ഓവർ സൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ 6.1 ഇഞ്ചിന്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 120 Hz ആണ് ഇതിൽ റിഫ്രഷ് റേറ്റ് വരുന്നത്. അത് തന്നെ 48 Hz മുതൽ 120 Hz എന്ന് പറയുന്ന അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. കോർണിംഗ് കോറുള്ള ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നത്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. 1200 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അത് തന്നെ 1750 nits വരെ മാക്സിമം പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലൊക്കെ പോയാൽ തന്നെ എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും. 425 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ സാംസങ്ങിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാംസങ് ഗാലക്സി S23യുടെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen 2 എന്ന് പറയുന്ന 5G പ്രൊസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 നാനോമീറ്റർ ആണ് ചിപ്സ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ 3.36 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 740 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. കഴിഞ്ഞ വർഷത്തെ 8 Gen ഫസ്റ്റിനേക്കാളും എനിക്കിതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടും വളരെ സൂപ്പർബായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാസക്കാലം യൂസ് ചെയ്തിട്ട് പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബാറ്ററി കൺസപ്ഷൻ താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസും എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് 3 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB 8GB റാമിൽ 512GB. ഇതിൽ 8GB റാമിൽ 128 എന്ന് പറയുന്ന മെമ്മറി വേരിയന്റിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1ഉം മറ്റ് 2 വേരിയന്റ് അതായത് 256GB 512GB വേരിയന്റിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.0 ആണ്. അതായത് നിങ്ങൾ 8GB റാം പ്ലസ് 128 എന്ന് പറയുന്ന മെമ്മറി വേരിയന്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ്, എസ്പെഷ്യലി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഡാറ്റാസ് ഓപ്പൺ ആക്കുന്ന സമയത്തും അത്തരത്തിലുള്ള കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 256GB അതുപോലെ തന്നെ 512GB ഉണ്ടാവുക. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അപ് ടു 8GB റാം വരെ നമുക്ക് ഇതിൽ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. Wi-Fi 6E ആണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്തിന്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷന്. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിന് സപ്പോർട്ടാണ്. പിന്നെ IP68 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു S23. ആൻഡ്രോയിഡ് 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 UI വേർഷൻ വരുന്നത് 5.1 ആണ്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതായത് ആൻഡ്രോയിഡ് 17 വരെ നമുക്ക് ഇതിൽ ലഭിക്കുകയും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡും ഹാർഡ്വെയർ സൈഡും നോക്കുകയാണെങ്കിൽ
ഏറ്റവും മികച്ച രീതിയിലുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ തന്നെയാണ് നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S23 കാണാൻ സാധിക്കുക. ബാറ്ററിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3900 മില്ലി ആംപിയർ ബാറ്ററിയാണ് S23 വരുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ S22 3700 മില്ലി ആംപിയർ ആയിരുന്നെങ്കിൽ ഇത്തവണ 200 മില്ലി ആംപിയറിന്റെ ബാറ്ററി നമുക്ക് അധികം S23 ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അധികമായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി നമുക്ക് പെർഫോമൻസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. വിത്ത് ആ ഒരു പ്രൊസസറിന്റെ ഗുണം കൂടി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു മാസക്കാലം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല ഹെവി യൂസർ ആണെങ്കിൽ പോലും ഏകദേശം ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ S22യേക്കാളും വളരെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ഇംപ്രൂവ്മെന്റ്, ഒരു 1 hour to 2 hours ആ ഒരു ബാറ്ററി ഡിഫറൻറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം 25 വാട്ടാണ് ഇതിന്റെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് S23 പ്ലസിലും S23 അൾട്രയിലും 45 വാട്ടാണെങ്കിൽ ഇതിൽ 25 വാട്ടാണ് മാക്സിമം ചാർജിങ് കപ്പാസിറ്റി. അതുപോലെ തന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 4.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി സപ്പോർട്ടാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. അൾട്രാസോണിക് ആണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഇതിൽ ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, ട്യൂൺഡ് ബൈ AKG. സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്, അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് വരുന്നത്. പക്ഷേ S23 അൾട്രയുടെ അത്ര ഒരു സൂപ്പർ ലൗഡി അല്ല, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ S22യേക്കാളും കുറച്ചും കൂടി വലിയ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റമാണ് ഇത്തവണത്തെ S23 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂറോളമാണ് ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുള്ളത്. എനിക്ക് പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സൂപ്പർബായിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രാഫിക് പെർഫോമൻസും യാതൊരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ ഒന്നും കൂടാതെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളൊരു നോർമൽ ഗെയിമർ ആണെങ്കിലും ഈവൻ പ്രോ ലെവൽ ഗെയിമർ ആണെങ്കിൽ കൂടിയും വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രാഫിക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ വളരെ സൂപ്പർബായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളത്. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്, 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം, അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാം. എസ്പെഷ്യലി കളേഴ്സിന്റെ കാര്യം ആസ് യൂഷ്വൽ സാംസങ്ങിന്റെ ആ ഒരു കളർ പാറ്റേൺ, അതായത് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു ഇത്തിരി കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഡേ ലൈറ്റ് പെർഫോമൻസ് സൂപ്പർബാണ്. അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് HDR പെർഫോമൻസിന്റെ കാര്യമാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് മിക്ക സമയത്ത് നമുക്ക് HDR ഫോട്ടോസിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് അടിപൊളിയാണ്, മാക്രോ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. ഇതിൽ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി ഗംഭീരമായിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതായത് അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് ഇവൻ നൈറ്റിൽ പോലും ലഭിക്കുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നിലവാരം പുലർത്തുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 12 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. അതിൽ തന്നെ ഒബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ വളരെ മികച്ച രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തമ്മിലുള്ള ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് പെർഫോമൻസ് എനിക്ക് വളരെ സൂപ്പർബായിട്ട് തോന്നിയിട്ടുണ്ട്. HDR പെർഫോമൻസും വളരെ സൂപ്പർബായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡേ ലൈറ്റ് പെർഫോമൻസും നല്ലതാണ്. നേരത്തെ റിയർ ക്യാമറയിൽ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നിങ്ങൾ നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് സെൽഫിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഒരു സാംസങ് ഗാലക്സി S23 കാണാൻ സാധിച്ചത്. S23 എടുക്കുന്ന 8K വീഡിയോ ആണിത്. 30 FPS ആണ് വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 24 FPS ആയിരുന്നു മാക്സിമം വന്നിരുന്നെങ്കിൽ ഇത്തവണ അത് 30 FPS ആയതുകൊണ്ട് തന്നെ
കുറച്ചും കൂടി സ്മൂത്ത്നെസ് നമുക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്മൂത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 8K വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. S23 എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസും നല്ല സൂപ്പറായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ഇത്തിരി ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഗാലക്സി S23 സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. HDR പെർഫോമൻസ് ഒക്കെ സൂപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി. ഇപ്പോൾ നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള ഷേക്കിംഗ് ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ആ ഒരു സാംസങ്ങിൻ്റെ ആ ഒരു സ്ഥിരം കാണുന്ന പോലെ തന്നെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡും കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സെൽഫി വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സാംസങ് ഗാലക്സി S23 പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 128 3249 ഖത്തർ റിയാലും 8GB + 256GB വരുന്നത് 3419 ഖത്തർ റിയാലാണ് വരുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു മാസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു എടുത്ത് പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് S23 പ്ലസിലും അതുപോലെ തന്നെ S23 അൾട്രയിലും 45 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് നൽകിയതെങ്കിൽ ഇത്തവണയും ഇതിൽ വെറും 25 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് മാത്രമാണ് സപ്പോർട്ടായിട്ടുള്ളത് എന്ന് കാര്യം വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് പറയാം. അതർവൈസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും തോന്നാത്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ S22 യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് S22 ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ബാറ്ററി പെർഫോമൻസ് വേണം, അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈസ് മതി, അതായത് ഓവർ സൈസ് വേണ്ട, നമുക്ക് ഈ ഒരു 6.1 സൈസ് മതി എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി വലിയ സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും S23 പ്ലസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.